നമസ്കാരം. പോലീസിനുള്ള കേന്ദ്ര ഫണ്ടും പിണറായി സർക്കാർ മുക്കിയെന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവരുന്നു. പോലീസ് സേനയ്ക്കുള്ള ഫണ്ട് വകമാറ്റി ചിലവഴിച്ചത് അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലേക്ക് എത്തുകയാണ്. ഇതോടെ പിണറായി സർക്കാരിന് പൂട്ടുവീഴാനാണ് സാധ്യത. കാരണം കേരളത്തിലുടനീളം ഇപ്പോൾ ആശാപ്രവർത്തകരുടെ സമരം അലയടിക്കുന്ന സാഹചര്യമാണ്. ഇതിലും കേരളം കണ്ടത് സംസ്ഥാന സർക്കാരിന്റെ കൈയിട്ടുവരലാണ്. ഇതിപ്പോൾ ഒരു പുതുമയില്ലാത്ത സംഭവമായി മാറിക്കഴിഞ്ഞു. കാരണം ജനക്ഷേമത്തിനായി കേന്ദ്രം എന്ത് സഹായം സംസ്ഥാനത്തിന് നൽകിയാലും അതെല്ലാം വകമാറ്റുന്ന രീതിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് പല സാഹചര്യങ്ങളിലും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇനിയും ഇത് വെറുതെ വിടാൻ കേന്ദ്രം തയ്യാറല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ സമഗ്ര അന്വേഷണവുമായി കേന്ദ്രം മുന്നോട്ടു പോകുന്നത്. പോലീസുകാരോട് പോലും സംസ്ഥാന സർക്കാർ ഈ അനീതി കാണിക്കുന്നതിൽ പ്രതിഷേധിച്ച് നിരവധി പേർ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട്. എന്തായാലും കേരളം ഞെട്ടുന്ന വിവരങ്ങളായിരിക്കും ഈ മാസം 25-ന് കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി കേരളത്തിലെത്തി ഇതിന്റെ തുടർ നടപടികൾ എടുക്കുമ്പോൾ കേൾക്കാൻ പോകുന്നത്. ഇതിൽ ഒരു സംശയവുമില്ല. അതേസമയം ജനങ്ങൾക്ക് മുന്നിൽ പിണറായി സർക്കാർ ഇത്തരം തിരിമറികൾ നടത്തുന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥയിൽ ശബരിമലയ്ക്ക് നഷ്ടമായത് കോടികളുടെ കേന്ദ്ര ഫണ്ടാണെന്ന വാർത്ത കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. ശബരിമലയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ അനുവദിച്ച 100 കോടി രൂപയിൽ വെറും 55 കോടി മാത്രമാണ് ദേവസ്വം ബോർഡ് ചെലവഴിച്ചതെന്ന് കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഓരോ പദ്ധതിക്കും ദേവസ്വം ബോർഡ് വിശദമായ പദ്ധതി രേഖ സമർപ്പിക്കേണ്ടതുണ്ട്. അത് ചെയ്യാത്തതിനാൽ തുടർ പ്രവർത്തനത്തിനുള്ള ഫണ്ട് നൽകാൻ കേന്ദ്രത്തിന് സാധിക്കുന്നില്ലെന്നും ഷെഖാവത്ത് പറഞ്ഞു. വിശദമായ പദ്ധതി സമർപ്പിച്ചാൽ ശബരിമല വികസനത്തിന് പ്രസാദം പദ്ധതിയിൽ ഫണ്ട് നൽകാമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. എന്നാൽ എന്തെങ്കിലും അപകടമോ സാമ്പത്തിക ബാധ്യതയോ ഉണ്ടായാലോ കൃത്യമായി കേന്ദ്രം ഇടപെടുന്നുണ്ട്. എന്നിട്ടും സംസ്ഥാന സർക്കാർ എന്തിനാണ് അങ്ങനെ കൈയിട്ട് വാരുന്നത് എന്നതാണ് ഇവിടത്തെ ചോദ്യം. ഇത്രയുമൊക്കെ കൈയിട്ട് വാരിയിട്ട് പോലും സംസ്ഥാനം ഇപ്പോഴും കടത്തിലാണെന്നാണ് അധികൃതർ പറയുന്നത്. അധിക വായ്പ എടുക്കാനുള്ള അനുമതി കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചതിന് പിന്നാലെ 6000 കോടി രൂപ കൂടി കടമെടുക്കാൻ കേരളം തയ്യാറെടുക്കുകയാണെന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തുവന്നത്. ഊർജ മേഖലയിൽ നടപ്പാക്കിയ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട 6000 കോടി രൂപ കൂടി കടമെടുക്കാൻ അനുവദിക്കണമെന്നാണ് സംസ്ഥാനം കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അധിക വായ്പ എടുക്കാൻ കേന്ദ്രം നൽകിയ അനുമതി സാമ്പത്തിക വർഷാവസാനം കേരളത്തിന് ആശ്വാസമാകുന്നതാണ്. കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമനുമായി കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും മുഖ്യമന്ത്രി പിണറായി വിജയനും ദില്ലിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കൂടിക്കാഴ്ച അനൌദ്യോഗികമായിരുന്നുവെങ്കിലും കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തെന്നാണ് റിപ്പോർട്ട്. ഈ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് 12000 കോടി രൂപ അധിക വായ്പ എടുക്കാൻ സംസ്ഥാനത്തിന് കേന്ദ്രം അനുമതി നൽകിയത്. ചുരുക്കി പറഞ്ഞാൽ കൈയിട്ടുവാരലൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടെങ്കിൽ കടമെടുപ്പും അങ്ങനെ തന്നെ നടക്കുന്നുണ്ട് എന്നതാണ് സാരം. വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്. PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18-ന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.